സാമ്പത്തിക പ്രതിസന്ധികൾ സംസ്ഥാനത്തെ ചെറുകിട ലോട്ടറി വിൽപ്പനക്കാരുടെ ജീവിതത്തെ താളം തെറ്റിക്കുന്നു. വർഷങ്ങളായി ഇതേ ജോലി ചെയ്തു വരുന്ന ഇവരിൽ പലർക്കും മറ്റൊരു ജീവിതമാർഗത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ഇത് മനോഹരൻ, കോഴിക്കോട് കക്കോടി സ്വദേശി. ലോട്ടറി വിൽപ്പനയാണ് ഉപജീവന മാർഗം. വർഷങ്ങളായി മനോഹരൻ ഈ മേഖലയിൽ സജീവമാണ്. ജനങ്ങൾക്കിടയിലൂടെ നടന്നാണ് ഇദ്ദേഹം ലോട്ടറി വിൽക്കുന്നത്. ദിവസേന 100 ടിക്കറ്റുകൾ വരെ വിറ്റുപോയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് 30 ടിക്കറ്റുകൾ പോലും വിറ്റുപോകാത്ത അവസ്ഥയാണ്. വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വരുന്നത്. ചെറിയ റോഡിലൊക്കെ അങ്ങനെ അവർ പോകും. നോട്ട് പ്രതിസന്ധിക്ക് ശേഷം സ്ഥിതി വളരെ ഗുരുതരമായി. അന്യസംസ്ഥാന ലോട്ടറിയുടെ വിൽപ്പന കേരളത്തിൽ നിരോധിച്ചപ്പോഴുണ്ടായതിലും രൂക്ഷമായ പ്രതിസന്ധിയാണ് ഇപ്പോൾ ലോട്ടറി വ്യാപാരികൾ നേരിടുന്നത്. ദിവസേന 500 രൂപയുടെ വ്യാപാരം നടന്നവർക്ക് ഇപ്പോൾ അതിന്റെ 1/3 തുക പോലും ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. മാർട്ടിൻ്റെ ടിക്കറ്റ് ഉണ്ടായിരുന്നു, സൂപ്പർ ഡിയർ. അതിൻ്റെ സെയിൽസിൻ്റെ ഒരംശം പോലും ഇല്ല. ഇപ്പോൾ 10 സീറ്റിലാക്കി, പിന്നെ 30 രൂപ ടിക്കറ്റുമാക്കി. അതിൽ സെയിൽസ് കുറച്ച് ഡൗണായി. പിന്നെ ബിഗ് സെയിമാണ് കൂടുതൽ എല്ലാവരും വിൽക്കുന്നത്. അതുകാരണം ചെറിയ സെയിം വിൽക്കാൻ ആരും ആവശ്യപ്പെട്ടു. 2 മാസം മുമ്പ് വരെ 42 കോടിയുടെ ലോട്ടറിയാണ് കോഴിക്കോട് ജില്ലയിൽ വിറ്റിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് നേരെ പകുതിയായി ചുരുങ്ങിയിരിക്കുന്നു. മറ്റു തൊഴിൽ മേഖലകളിൽ നിന്നും വ്യത്യസ്തമായി ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ലോട്ടറി രംഗത്ത് ഒരുപാടായി കാണാറുണ്ട്. അതിനാൽ തന്നെ ഇവർക്ക് മറ്റൊരു തൊഴിൽ മേഖല കണ്ടെത്തുക എന്നതും അപ്രായോഗികമാണ്. റിപ്പോർട്ടർ, കോഴിക്കോട്.